ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം പേരാമ്പ്രയിൽ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. മാന്നാർ ഉൾക്കടലിനും ശ്രീലങ്കൻ തീരത്തിനും മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഉത്തര കർണാടക മുതൽ ദക്ഷിണ കർണാടക, തമിഴ്നാട് വഴി മാന്നാർ ഉൾക്കടലിൽ വരെ ന്യൂനമർദ്ദ പാത്തിയും സജീവമാണ്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിലെ കാലാവസ്ഥയെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോടും ചേർന്നുള്ള ലക്ഷദ്വീപിനും മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇത് കേരളത്തിലും വ്യാപകമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും തെക്കുകിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി മുതൽ തീരദേശ കർണാടക വഴി മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ വരെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. 2026 മെയ് 14 മുതൽ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് ശക്തമായ ഇടിമിന്നലിന്റെ അകമ്പടിയോടെ എത്തിയ വേനൽ മഴ പല സ്ഥലത്തും വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേസമയം മിന്നലിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അറിയിപ്പുണ്ട്. 14 വരെ സംസ്ഥാനത്ത് മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 4050 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായും കാറ്റ് വീശുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ആർത്തലച്ചെത്തിയ വേനൽ മഴയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. പേരാമ്പ്രയിൽ മിന്നൽ ചുഴലിയിലും നാദാപുരത്തും വളയത്തും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. അതേസമയം പേരാമ്പ്രയിൽ വീശിയടിച്ച കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണു. വാഹനങ്ങൾക്ക് മുകളിലും മരക്കൊമ്പുകൾ വീണു. വൈദ്യുതി ബന്ധം താറുമാറായി. റോഡുകളിൽ മരങ്ങൾ വീണത് കാരണം ഗതാഗത തടസ്സം നേരിട്ടു. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. കല്ലാച്ചി ടൗണിൽ കടകളിലേക്ക് വെള്ളം കയറി. വെള്ളക്കെട്ട് കാരണം സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. നാദാപുരം, വിലങ്ങാട് മേഖലയിലും ശക്തമായ മഴ പെയ്തു. താമരശ്ശേരി മലയോര മേഖലയിലും മഴ ലഭിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ കനത്ത മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാറ്റിനെയും ഭയക്കണം.